കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനെ കൺമുന്നിൽ വെച്ച് ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് കുടുംബാംഗങ്ങൾ. രാമചന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി. നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് അതിനാൽ തന്നെ രാമചന്ദ്രന്റെ മകനോട് ഇനി ശ്രീനഗറിലേക്ക് തിരിക്കേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ടി സിദ്ദിഖ് MLA 24-നോട് പറഞ്ഞു. രാമചന്ദ്രന്റെ ബോഡി ഇപ്പോ പോസ്റ്റ്മോർട്ടം ഒക്കെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ നടപടികളൊക്കെ കഴിഞ്ഞ് മകൾ ആരതി ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിലേക്ക് എത്തിക്കാൻ ഇവിടെ ഒരു ഒഫീഷ്യൽ ഒബിച്വറി നടത്തിയതിന് ശേഷം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ അരവിന്ദ് ബാംഗ്ലൂരിലാണ് ഉള്ളത്. മകൻ അരവിന്ദ് ഇങ്ങോട്ട് വരാനിരുന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് ബോഡി ഇവിടുന്ന് പോകത്തക്ക രീതിയിലുള്ള ക്രമീകരണം ആവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര വേണ്ട എന്ന് മകനോട് ഇപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീനഗറിൽ എറണാകുളം സ്വദേശികളായ 28 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഹൈബി ഈഡൻ MP-യുമായി ഇവർ ബന്ധപ്പെട്ടു. ശ്രീ KC വേണുഗോപാൽ MP കശ്മീരിലുള്ളത് കൊണ്ട് അദ്ദേഹം വഴി അവരുടെ ബന്ധുമിത്രാദികളുമായി സംസാരിക്കുകയും അവരെല്ലാം സേഫാണെന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ഞങ്ങളുടെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹം ശ്രീനഗറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങോട്ട് വരാനുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന വിവരവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവരെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഞങ്ങൾ എടുത്തു വരികയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇപ്പോൾ ഈ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് പോയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കശ്മീരിൽ, ശ്രീനഗറിൽ, അതുപോലെ ഈ പഹൽഗാമിലെല്ലാം തന്നെ വലിയ തിരക്കായിരുന്നു വിനോദസഞ്ചാരികളുടെ. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ ഇപ്പോൾ കൂടുതൽ മലയാളികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നു. ആരെല്ലാമാണ്, അവരുടെ പേരുവിവരങ്ങളുണ്ടോ, എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ MP പങ്കുവച്ചത്? സ്മിത, കലൂർ സ്വദേശി തോമസ് വട്ടോളിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പോയ 28-അംഗ സംഘമാണ് ശ്രീനഗറിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം അവിടെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരവിടെ ഉണ്ട്, സുരക്ഷിതരാണ് എന്നുള്ളത് MP അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതുവരെ പെട്ടെന്നത് സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ നിലവിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനാണ് ഹൈബി ഈഡൻ MP ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന KC വേണുഗോപാലുമായി ബന്ധപ്പെടുകയും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ അവരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മാറ്റാനായിട്ടും തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുമുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയ സംഘമാണ് അവിടെ ഉള്ളതെന്നാണ് നമ്മളും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.